സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. 27 ചോദ്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചോദ്യം മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചോദ്യം മാത്രമേ വായിക്കുന്നുള്ളൂ, ഓപ്ഷൻ വായിക്കുന്നില്ല. നിങ്ങൾ ഓപ്ഷൻസ് നോക്കി ആൻസർ കറക്റ്റാക്കി എഴുതിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ മാർക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി കൊൽക്കത്ത. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഓപ്ഷൻ ഡി കൊൽക്കത്ത. മൂന്നാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 8. ഓപ്ഷൻ സി മാർച്ച് 8. നാലാമത്തെ ചോദ്യം: ലോകത്ത് ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെല്ല ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെല്ല ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. അഞ്ചാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ആറാമത്തെ ചോദ്യം: രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഏഴാമത്തെ ചോദ്യം: ഏത് രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് 2024 മാർച്ച് 15 മുതൽ 3 ദിവസങ്ങളായിട്ട് നടന്നത്? ഏത് രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് 2024 മാർച്ച് 15 മുതൽ 3 ദിവസങ്ങളിലായിട്ട് നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ. ഓപ്ഷൻ ഡി റഷ്യ. എട്ടാമത്തെ ചോദ്യം: സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ രേഖകളിലെ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഒമ്പതാമത്തെ ചോദ്യം: തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനയുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഇതിന്റെ പേരെന്താണ്? തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനയുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഇതിന്റെ പേര് എന്താണ്? ഓപ്ഷൻ നോക്കുക. ഉത്തരം ഓപ്ഷൻ എ ഭാരത് ശക്തിയാണ്. ഓപ്ഷൻ എ ഭാരത് ശക്തി. പത്താമത്തെ ചോദ്യം: കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാജീവ് കുമാർ. ഓപ്ഷൻ എ രാജീവ് കുമാർ. 11ാമത്തെ ചോദ്യം: 2024 സ്പർശ് ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 സ്പർശ് ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി കുഷ്ഠരോഗം. ഓപ്ഷൻ ബി കുഷ്ഠരോഗം. 12ാമത്തെ ചോദ്യം: കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി
ആറളം. ഓപ്ഷൻ ഡി ആറളം. 13ാമത്തെ ചോദ്യം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആരാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്രീകുമാർ കെ നായരാണ്. ശ്രീകുമാർ കെ നായർ. ഓപ്ഷൻ സി ശ്രീകുമാർ കെ നായർ. 14ാമത്തെ ചോദ്യം, ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 7. ഓപ്ഷൻ ഡി ഏപ്രിൽ 7. 15ാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദം. പക്ഷിപ്പനിയുടെ വകഭേദം. ഉത്തരം ഓപ്ഷൻ എ H5N1. H5N1 ആണ് 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദം. 16ാമത്തെ ചോദ്യം, ഭരണത്തിൽ ഇരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഭരണത്തിൽ ഇരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരവിന്ദ് കെജ്രിവാൾ ആണ്. ഓപ്ഷൻ ഡി അരവിന്ദ് കെജ്രിവാൾ. 17ാമത്തെ ചോദ്യം, റഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? റഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വിനയ് കുമാർ. ഓപ്ഷൻ എ വിനയ് കുമാർ. 18ാമത്തെ ചോദ്യം, ഓർഡർ ഓഫ് ദി ഡ്യൂക്ക് ഗ്യാൽപോ എന്ന സിവിലിയൻ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ രാജ്യം ഏതാണ്? ഓർഡർ ഓഫ് ദി ഡ്യൂക്ക് ഗ്യാൽപോ എന്ന സിവിലിയൻ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഭൂട്ടാൻ ആണ്. ഓപ്ഷൻ ബി ഭൂട്ടാൻ. 19ാമത്തെ ചോദ്യം, ലങ് വാക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ട വാക്സിനാണ്? ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആദ്യമായി വികസിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്? ലങ് വാക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ട വാക്സിനാണ്? ഇത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ആദ്യമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശ അർബുദമാണ്. ഓപ്ഷൻ സി ശ്വാസകോശ അർബുദം. 20ാമത്തെ ചോദ്യം, വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹർഗോവിന്ദ് ഖുറാനയാണ്. ഹർഗോവിന്ദ് ഖുറാന. 21ാമത്തെ ചോദ്യം, പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏതാണ്? പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചൈനയാണ്. ഓപ്ഷൻ എ ചൈന. 22ാമത്തെ ചോദ്യം, ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹൃദ്യമാണ്. ഹൃദ്യം. ഓപ്ഷൻ ബി ഹൃദ്യം. 23ാമത്തെ ചോദ്യം, 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? 2024 മെയ് മാസം 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 24ാമത്തെ ചോദ്യം, 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 25ാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമായി ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്?
2024 ഏപ്രിൽ മാസം സ്വവർഗരതി ക്രിമിനൽ കുറ്റമായിട്ട് ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇറാഖ് ആണ്. ഇറാഖ്. 26ാമത്തെ ചോദ്യം, 2023-24 സാമ്പത്തിക വർഷം യാത്രാ വരുമാനത്തിൽ വർധനയോടെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? 2023-24 സാമ്പത്തിക വർഷം യാത്രാ വരുമാനത്തിൽ വർധനയോടെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. അവസാനത്തെ ചോദ്യം, 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ. ഓപ്ഷൻ ബി ഇന്ത്യ.